Hi, this is Mohammed Alfan. Hey all, Sujin Nelladath here. ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇരിക്കുന്നത് മൈക്രോസോഫ്റ്റിന്റെ ഹെഡ് ക്വാർട്ടർ സിയാറ്റിൽ US-ലാണ് ആസ് പാർട്ട് ഓഫ് MVP സമ്മിറ്റ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. സോ വാട്ട് വി ഡു, അതുപോലെ തന്നെ ഈ MVP എന്താണ്, അതുപോലെ MVP-ലേക്ക് എങ്ങനെ അത് എൻട്രി ചെയ്യുക എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് പേഴ്സണൽ ലിങ്ക്ഡിൻ ത്രൂ വരാറുണ്ട്. അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചു. സോ ആക്ച്വലി സുജിൻ, വാട്ട് യു ഡു? First of all, thanks for having me here. Right, ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, റൈറ്റ്. സോ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് IT ഇൻഡസ്ട്രിയിലുണ്ട്. I'm a Microsoft Graph MVP and it's been 2 years, continuous 2 years I'm in the MVP program. And this year I'm the only Graph MVP in India. I'm very proud to say that I'm representing the country at the Seattle Microsoft head office. ഭയങ്കര സംഭവമാണ്. എനിക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആൻഡ് പ്രൗഡ് ഫീലിംഗ് ആണ്. So literally I'm representing my country here. Okay. Yep. And yeah, answering your question, basically I love to do the automation a lot and Intune on in the Intune administration, Intune architecture work, and a little bit of DevOps activity. So അതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഡെക്കേഡ്സ് ഞാൻ ചെയ്തു വരുന്നത്. Yep. And I'm enjoying my work. It's cool, right? And yep. And what about you? What do you do? And what's your... Well, it's been 20 years since I started. Wow, that's Data Lakes huge journey. And, Yeah. Started with the company called TCS. Then I moved to IBM, then Accenture, and then Cargill. And also last 6 years running my own consulting and Wow. training firm. You are a businessman. Rows and columns, no? Like any kind of. Oh yeah, that's a Basically, I'm a great teacher, journey. actually, the trainer. Okay. So- Right. so- Okay. All right. So, serving as a guest lecturer at Uh-huh. Redmond University, and even I have taken sessions for the IIM, Kozhikode, even an IT Calicut as well for the data analytics. That's great. Center. Okay. Yeah. That's include ഈ എക്സൽ എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടാവല്ലോ. പിന്നെ എക്സൽ അറിയാത്തവരാരെങ്കിലും ഒക്കെ കാണുമോ? ഇവിടെ നിങ്ങൾ എക്സലിനെ പറ്റി പറയുമ്പോൾ I always doubt. So Excel is just an application for the people, isn't it? So Excel is just another office application for the people. So അതിലെന്താണ് ഇത്രയും സ്പെഷ്യൽ? So what do you do with Excel? So I'm curious to know that. അതിൽ സുജിന് ഒരു കാര്യത്തിൽ വിറ്റ്നസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങളിപ്പം ഈ മൈക്രോസോഫ്റ്റ് HQ വന്നപ്പോൾ തന്നെ എത്ര പേരാണ് എക്സൽ You said it, absolutely. എക്സ്പെർട്ടൈസ് വന്നത്. അഡ്വാൻസ്ഡ് സെക്ഷൻ ക്യൂരിയോസിറ്റിയാണ്. Right. എക്സൽ ഇസ് എൻ ഓഷ്യൻ. അത് പഠിച്ചാലും തീരില്ല. പക്ഷേ നമ്മളൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഞാൻ പഠിച്ച ടൈമിൽ ഞാൻ 2006 പാസ് ഔട്ട് ആയത്. Right. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നമ്മുടെ സിലബസ്, സ്കൂൾ സിലബസ് അല്ലെങ്കിൽ +2 ഈവൻ ഗ്രാജുവേഷൻ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള Excel knowledge. എക്സൽ ആണ്. അതല്ല, ഇപ്പം മൈക്രോസോഫ്റ്റ് എക്സൽ അല്ല, ഇത് വേറെ തന്നെ പ്രൊഡക്റ്റ്. മൈക്രോസോഫ്റ്റ് എക്സൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. Right. അതിലൊന്നാണ് നമ്മുടെ ഈ ലിബ്രെ കാൽക്ക് എന്ന് പറയും, ഉബുണ്ടുണ്ട്. Okay. അതാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. Okay. പക്ഷേ Because it's open source. ഓപ്പൺ സോഴ്സ്. അതായത് അക്രോസ് വേൾഡ് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റിലൊക്കെ 95% കമ്പനീസും എക്സൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സജഷനാണ്, അതായത് ഇപ്പം ഏത് ഡിപ്പാർട്ട്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അറിയില്ല, അത് ശരിക്കും അതിലേക്ക് വരുത്തണം. കുട്ടിക്ക് അറിയണം എന്താണ് എക്സൽ എന്നുള്ള ഡെപ്ത് ആയിട്ട്. കാരണം വൺസ് ദേ സ്റ്റെപ്പ് ഇൻ ടു ദ കോർപ്പറേറ്റ്, അത് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ് എക്സൽ. ഇപ്പോൾ ചില ആൾക്കാർ പറയും എന്തുകൊണ്ട് എക്സൽ പഠിക്കേണ്ട ആവശ്യമില്ല, AI വരുന്നുണ്ടല്ലോ. AI എന്നുള്ളത് എക്സലിന്റെ അസിസ്റ്റ് ആവുന്നുള്ളൂ, റീപ്ലേസ് ആവില്ല. ലൈക്ക് കോപ്പൈലറ്റ് ടൂൾ പോലുള്ള റിബൺസ് ഒക്കെ എക്സൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ സമയത്തിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് എക്സൽ എന്നുള്ള സബ്ജക്ട്. കാരണം നമ്മൾ പഠിച്ച രീതി അങ്ങനെയാണ്. ലാസ്റ്റ് ഒരു 20 വർഷമായിട്ട് ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷമുള്ള പറയുന്നത്. So you're saying to the public that okay, AI can be integrated to the Excel. ഈസി ആയിട്ട് അത് പഠിച്ചെടുക്കാവുന്നുള്ളൂ. പക്ഷെ ബേസിക്കലി എക്സൽ പഠിച്ചിരിക്കണം. ബേസ് സംഭവം എക്സൽ. ഡാറ്റ ഇല്ലാതെ ഫീൽഡ് ഇല്ല. അതുകൊണ്ട് നമ്മൾ സിലബസിൽ അത് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ റിലേറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമാക്കണം. കാരണം എന്താ പറയാ, ഇത് ഈ ഒരു പ്രൊഡക്റ്റ് അല്ല, ഉബുണ്ടു ആണ് യൂസ് ചെയ്യുന്നത് എപ്പോഴും മനസ്സിലായിട്ടില്ല. മൈക്രോസോഫ്റ്റ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. That's an open secret. Completely agree. So I have the same feeling that when I go to the colleges or we deliver the sessions, and people like the students are having less knowledge about all the technologies which we are working, which the other folks are working. So yeah, I completely agree with you. Right, it need to be added in our school syllabus, college syllabus. Right, need to be done as earliest as possible. Yeah, no doubt at all. Yep, that's great to know about all these things. Yep. Yes, നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ MVP കിട്ടിയത്. കാരണം ആ ന്യൂസ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി. അപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ശേഷം ഒരാൾ വേറെ MVP കിട്ടപ്പോൾ ഏത് പ്രൊഡക്റ്റിലാണെന്നുള്ളത്. ഗ്രാഫ് എന്നാക്കുന്നത് ആക്ച്വലി ഗ്രാഫ് എന്താ, ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് കേട്ടോ. Okay. Graph
ഒരുപാട് ആളുകൾക്ക് ന്യൂ ഐറ്റം ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് ഗ്രാഫ് എന്നുള്ളത്. സോ ബേസിക്കലി മൈക്രോസോഫ്റ്റ് 365 ഫോർ യു. എക്സൽ എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് 365ൻ്റെ പ്രൊഡക്റ്റ് ആണ്, റൈറ്റ്? സോ മൈക്രോസോഫ്റ്റ് 365 ഒരു സബ് പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു വോണ്ട് ഓട്ടോമേറ്റ് എനിത്തിങ്, ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ഓട്ടോമേറ്റ് ഔട്ട്ലുക്ക്, ഇഫ് യു വോണ്ട് ഓട്ടോമേറ്റ് ലൈക്ക് ഇൻ എനി M365 product, Graph is the only way to do it. So Graph is basically a RESTful API. Okay. Yeah, application program interface wherein you can automate lots of things simply using an API. Adana adinte. Oh. Okay, right. So there are lots of endpoints with the Graph. Kind of Thousands of integration. I mean, integration. You can do the integration. You can do the integration, but since we are in the SaaS era, right? So since we are doing everything on the SaaS, അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഓൺ പ്രമിസിസ് SDK integration, SDK automation. It's never going to work here. So API is the only solution. So if you ask me to automate anything with respect to the Teams, Microsoft Teams, if you ask me to automate anything with Microsoft Outlook, I have only one solution so far. ഇനി മേ ബി ഫ്യൂച്ചറിൽ ഇനി ഒരു സൊല്യൂഷനും വരാൻ പോവില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം, വിച്ച് ഈസ് മൈക്രോസോഫ്റ്റ് ഗ്രാഫ് API. ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് it may take a little time to learn. But yeah, for me, I'm basically an Intune engineer, right? So it's been almost years I'm working in Intune, and I never used to be an automation engineer, but at some point of time, I understood, I really understood that, okay, maybe realize that automation പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ PowerShell പഠിച്ചു തുടങ്ങി. Then I realized that, okay, how Intune can be automated. Then I found that Graph is the only way. Then I started blogging. I started creating the contents on the YouTube, on the HDMD community with Anoop, and we have done lots of collaboration. We have done lots of sessions at Bangalore and online and offline sessions. അങ്ങനെ MVPI മൈക്രോസോഫ്റ്റ് നമ്മുടെ വർക്കിനെയും നമ്മുടെ കോൺട്രിബ്യൂഷൻസിൻ്റെ recognize ചെയ്തു. That's amazing. So how about that AI integrations within it? So when it comes to the AI integration, so there's something called Retrieval API. So it's basically Microsoft rebranding it as a Retrieval API, but same, it's a Graph API, wherein you can create boards, wherein you can manage boards using the Graph. So lots of AI integration, or maybe AI board creation, so can be done with the Graph. And in fact, if you are looking for some kind of a Copilot integration with the 365, it can be done with the Graph. ഇപ്പൊ നേരത്തെ സുജിനെ ചോദിച്ച പോലെ തന്നെ ഈ AI വന്നിട്ടെങ്കിൽ റീപ്ലേസ് ആവില്ലേ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യൻ. ഞാൻ ബേസിക്കലി കോളേജിലൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനൊരു സെഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ് അൽഫാൻ പറഞ്ഞ പോലെ, ക്യാൻ AI റീപ്ലേസ് ഹ്യൂമൻസ്? അതൊരു എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, അല്ലേ? എന്ത് തോന്നുന്നു? അല്ല, AI റീപ്ലേസ് ഹ്യൂമൻസ് എന്നുള്ളത് ഒരു ഫിയർ ഇപ്പോഴും ഉണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ അത് ആക്ച്വലി ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ കൂടെ അസിസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സലിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബേസിക് എക്സൽ ഇതിൽ ചെറിയൊരു PO ഇതൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു മന്ത്ലി വൈസ് ടോട്ടൽ സെയിലാണ് കാണിക്കുന്നത്. ഇത് നോട്ട് ചെയ്താൽ മനസ്സിലാവും നമുക്കിപ്പോൾ മന്ത് ഓഫ് ഏപ്രിൽ ദ സെയിൽ ഇസ് വെരി ലോ. ഓക്കെ, അതുപോലെ തന്നെ മന്ത് ഓഫ് ജൂൺ ഹയസ്റ്റ് സെയിലാണ്. അപ്പം ഇതിന്റെ ഒരു റീസൺ ഫോർ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ സെയിൽസിന് കറക്റ്റ് ഒരു ഇൻസൈറ്റ് കൊടുക്കണമെങ്കിൽ എക്സൽ നമ്മൾ മാനുവലി ഒരുപാട് ചെക്ക് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജൂണിൽ എന്തുകൊണ്ട് സെയിൽ ഇൻക്രീസ് ചെയ്തു, അതിന് റീസൺ ഈ പർട്ടിക്കുലർ ആള് കമ്പനി ലാസ്റ്റ് മന്തിൽ അപേക്ഷിച്ചിട്ട് സെയിൽ കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് കൂടുതൽ മൂവ് ചെയ്തേക്കാം, അതുപോലെ ഇന്ന ജിയോഗ്രഫിയിൽ കൂടുതൽ ഇത് വന്നേക്കാം. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ ഇൻസൈറ്റ് മാനേജ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ടേക്ക് ദി പ്രോപ്പർ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദിസ്. ഇറ്റ് ക്യാൻ ബി ഡൺ ഇൻ ദി അപ്പം ഈ ഒരു എക്സലിൽ വിത്തിൻ എക്സൽ വെച്ചുകൊണ്ട് നമുക്ക് മാനുവലി ചെക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിമിറ്റേഷൻസ് ഉണ്ട്. കിട്ടും ആക്യുറേറ്റ് റിസൾട്ട്, ബട്ട് ഇറ്റ് takes time. So I take it in a different way then. So if you know the AI, you can be good in the industry. Yeah, exactly. AI is a ribbon on it. Assist ചെയ്യുന്ന just ഒന്ന് അറിഞ്ഞാൽ മതി. For me, you know what, in my perspective, right, in the AI is for me, AI is another maybe a better way of automating the things, right? ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷെ അതെങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത് അറിയണം. പ്രോംപ്റ്റ് കൊടുത്തു. അപ്പൊ ഞാൻ റിബൺ എന്ന് പറയുമ്പോൾ അത് കോപ്പൈലത്തിൽ നിന്ന് റിബൺ ഉണ്ട്, അതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന AI ഫീച്ചേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ തന്നെ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇതിന്റെ എന്തുകൊണ്ട് സെയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എന്തെങ്കിലും പറയാം ഡിസിഷൻസ് മാനേജ്മെന്റ് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആ സെയിൽ വേണമെങ്കിൽ എന്താ പറയാ, തീരെ മൂവായിരത്തി ഐറ്റംസിന് ചില സൂപ്പർ മാർക്കറ്റിൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടാവും ഓഫേഴ്സിൽ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റീസൺ ഫോർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സെയിൽസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പവർ ബി എന്നുള്ള ആപ്ലിക്കേഷൻ BI business intelligence is a technology. Power BI is a product which is developed by Microsoft back in 2016. So ആ Power BI ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഡാറ്റ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ ചാർട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സെയിം ഡാറ്റ ഞാൻ എക്സലിൽ ഞാൻ കാണിച്ചു തരാം.
ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. എനിക്ക് വേണ്ടത് റീസൺ ഫോർ ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ സെയിൽസ് ആണ്. ജസ്റ്റ് ആ ഡേറ്റും അതുപോലെ തന്നെ എമൗണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിനിമം ഇതൊരു ലൈൻ ഷോട്ട് ആണ്. ബൈ ഡീഫോൾട്ട് കാണിക്കുന്നത് ഇയർ വൈസ്, അതുകൊണ്ട് സിംഗിൾ ഡോട്ട് കാണിച്ച് സിംഗിൾ ഇയർ ആണ്. ലെറ്റ് മീ എക്സ്പാൻഡ് ഇറ്റ് നെക്സ്റ്റ് ലെവൽ. ഇപ്പോൾ കാണിക്കുന്ന ക്വാർട്ടർ വൈസ് ആൻഡ് മന്ത് വൈസ്. ഇതിൽ കാണാൻ പറ്റും സിമിലർ വേ. മന്ത് ഓഫ് ഏപ്രിൽ ഡൗൺ ആണ് സെയിൽ, മന്ത് ഓഫ് ജൂൺ ഹൈയസ്റ്റ്. എനിക്കറിയണം ആരെ പെർഫോം ചെയ്തെന്നുള്ളത്. അതിന്റെ ബേസിൽ എനിക്ക് ഹൈക്കോ അല്ലെങ്കിൽ പെർഫോമൻസ് എന്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ തന്നെ നെറ്റ് കണക്ഷൻ വേണ്ട, ഇവിടെ തന്നെ കാണാൻ പറ്റും അനലൈസ് and explain the increase. The moment you click on this option, system will give the proper insight. First result നമുക്ക് നോക്കാം, റാങ്കിങ് റിസൾട്ട്. ഓക്കെ, അതായത് നമ്മൾ കൂടുതലൊന്നും മാനുവൽ എഫേർട്ട് ഇടാണ്ട് സിസ്റ്റം തന്നെ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് തരും, റിസൾട്ട് ഇവിടെ പ്രൊജക്ട് ചെയ്ത് തരും. ഇവിടെ ഫസ്റ്റ് റിസൾട്ട് കാണിക്കുന്നത് ദീസ് ആർ ദ പീപ്പിൾ, നതാഷ, സിദ്ധാർത്ഥൻ, അനന്യ, ഇവരാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്. ഒരുപാട് ആൾക്കാരുണ്ട് ഇത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് റീസൺ നോക്കും, ഇന്ന ജിയോഗ്രഫിയിൽ കൂടുതൽ സെയിൽ നടന്നിട്ടുണ്ട്, കണ്ടില്ലേ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇന്ന പ്രൊഡക്റ്റ് നല്ല മൂവ് ചെയ്ത് റീസൺ കിട്ടും. അതുപോലെ തന്നെ റീസൺ ഫോർ ഡിക്രീസ് ഇൻ സെയിൽസ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മന്ത് ഓഫ് ഏപ്രിൽ, അനലൈസ്, എക്സ്പ്ലെയിൻ ദി ഡിക്രീസ്. ഇവിടെ കാണാൻ പറ്റും തീരെ പെർഫോം ചെയ്ത ആൾക്കാരതാ, അതേഴ്സ് അല്ല സോറി തീരെ വിറ്റ് പോവാത്ത ഐറ്റംസ് പ്രൊഡക്റ്റ് വൈസ്. പിന്നെ അക്ഷയ്, ഫാത്തിമ അഹമ്മദ്, കവിത ആൻഡ് വിക്രം, ഇത്ര ആൾക്കാർ പെർഫോം ചെയ്തിട്ടില്ല. അപ്പം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ ഫീച്ചേഴ്സ്, ഈ ഗ്രാഫിന്റെ ഒരു നരേഷനേക്ക് വേണം, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് മാനേജ്മെന്റ് ഐ ഷോട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ കാണാൻ പറ്റും ഇൻസേർട്ട്, യു ക്യാൻ സീ വൺ ഗ്രൂപ്പ് കോൾഡ് AI വിഷ്വൽസ്. നരേറ്റീവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കസ്റ്റം ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ സിസ്റ്റം തന്നെ തരും. നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റ് പ്രോംപ്റ്റ് ഇത് കൂടെ സിസ്റ്റം മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ നമുക്കുണ്ട്. കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇൻട്യൂണിനെ പറ്റി പറഞ്ഞല്ലോ. ഇൻട്യൂൺ ആക്ച്വലി ഞാൻ ഇൻട്യൂണിലാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിക്ക് ഇപ്പോഴും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻട്യൂണിൻ്റെ അകത്തുനിന്ന് നമുക്ക് പവർ ബി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പവർ ബി ബേസിക്കലി ഫോർ മീ, റൈറ്റ്, ബീങ് എൻ എഞ്ചിനീയർ, ബീങ് എൻ ഓട്ടോമേഷൻ ഗായ്, സോ ഫോർ മീ ഇഫ് ഐ വാണ്ട് ടു ഗെറ്റ് എനി സോർട്ട് ഓഫ് റിപ്പോർട്ട്, right, so maybe a good looking report. The problem with Intune, so when it used to be, when I used to work on the SSCM, so SSCM had an inbuilt feature to generate lots of report, right, and integrated the Power BI and all. It's been back in many years ago. ഇപ്പോൾ വന്നിട്ട് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ വരും. ഇൻറ്റ്യൂണിൻ്റെ അകത്ത് റിപ്പോർട്ടിംഗ് ആണ് ഇൻറ്റ്യൂണിൻ്റെ എപ്പോഴും ഒരു പെയിൻ പോയിന്റ് വരുന്നത് മൈക്രോസോഫ്റ്റ് ഇൻറ്റ്യൂണിൻ്റെ. സോ വാട്ട് ഐ ഹാവ് ഡൺ, ഓർ മേ ബി ഞാനിപ്പോൾ ഇവിടെ സിയാറ്റിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇൻറ്റ്യൂണിൻ്റെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ മൈക്രോസോഫ്റ്റ് ഇൻറ്റ്യൂൺ MVPs ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ദേ സെഡ് ദാറ്റ് അവരും യൂസ് ചെയ്യുന്നത് പവർ ബി തന്നെയാണ്, റൈറ്റ്, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻറ്റ്യൂൺ റിപ്പോർട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും ഇൻറ്റ്യൂണിൻ്റെ റിപ്പോർട്ടുകൾ ഗുഡ് ലുക്കിംഗ് റിപ്പോർട്ടുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടും ദ ബെറ്റർ സൊല്യൂഷൻ ഈസ് ഓൾവേസ് പവർ ബി. സോ യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. സോ പവർ ബിയെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ലേ. അത് മാത്രമല്ല ഇപ്പം ഈ എക്സൽ എന്നുള്ളത് 85 ഫസ്റ്റ് എക്സൽ MS Office. Every 3 years they will keep on changing by putting new features. But latest was 2024. 2019, പിന്നെ അതിന് മുന്നേ 16, 13, 10. അതിന്റെ പാറ്റേൺ നമുക്ക് 3 years. Sure, in Power BI every month, ഒരു മന്ത് കൂടുമ്പോഴും പുതിയ ഫീച്ചേഴ്സ്. You said it, even the Intune also same. Every month we get a new feature, റൈറ്റ്. സോ നമുക്കിവിടെ ഇൻറ്റ്യൂണിൻ്റെ പുതിയ ഫീച്ചേഴ്സ്, പുതിയ അപ്ഗ്രഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എവറി മന്ത് വി ഗെറ്റ് എ ന്യൂ ഫീച്ചർ ആൻഡ് മൈക്രോസോഫ്റ്റ് നോട്ടിഫൈ us, റൈറ്റ്. സോ saying that this is what we gonna release it this month. So the same way നമുക്ക് പുതിയ അപ്ഡേറ്റുകൾ വരുന്നു, because it's SaaS now, it's the on premises era is completely over. അതാണ് അതിൻ്റെ യെസ്. ഇത് കേൾക്കുന്ന ഓഡിയൻസ് ചില ആൾക്കാർ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എനിക്ക് ഇൻബോക്സിൽ ലിങ്കിൽ വരാറുണ്ട്, എനിക്ക് എങ്ങനെയാണ് MVP കിട്ടിയത്, എങ്ങനെയാണ് ആയത് എന്നുള്ളത്, അതായത് ഏത് രീതിയിലെത്തില്ല, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സുജിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അതിൽ a lot, റൈറ്റ്. ഞാൻ 2019 തൊട്ടിട്ട് MVP കമ്മ്യൂണിറ്റികളിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ വളരെ ആക്റ്റീവാണ്. അത് ഏതൊക്കെ രീതിയിൽ, അതായത് ഇപ്പം കേൾക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആവും. റൈറ്റ്. ഞാൻ വർക്ക് ചെയ്യുന്നത് HDMD കമ്മ്യൂണിറ്റിയാണ്. HDMD കമ്മ്യൂണിറ്റിയിൽ എന്നെപ്പോലെ തന്നെ ഒരുപാട് MVPs പറയുന്നുണ്ട്. റൈറ്റ്. അനൂപായിരുന്നു എൻ്റെ മെൻറ്റർ. സോ നമ്മൾ അനൂപിനെ പോലെ തന്നെ ഒരുപാട് MVPs കമ്മ്യൂണിറ്റീൻ്റെ അകത്തുണ്ട്, MVPs അല്ലാത്ത കോൺട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ബേസിക്കലി റൈറ്റ് ദ ആർട്ടിക്കിൾ, റൈറ്റ്, ആൻഡ് ഡെലിവർ ദ സെഷൻസ് വീക്ക്ലി, മന്ത്ലി ലൈക്ക് ഇൻ ലാസ്റ്റ് ഫ്രൈഡേ ഞങ്ങൾക്ക് എപ്പോഴും ഒരു യൂസർ ഗ്രൂപ്പ് ഇവൻറ്റ്സ് വരാറുണ്ട്. സോ വേറെ ലൈക്ക് വി ഡെലിവർ സം സർട്ടൻ സെഷൻസ്. പിന്നെ യൂട്യൂബ് വീഡിയോസ് ചെയ്യും. പിന്നെ ഇൻ പേഴ്സൺ സെഷൻസ് ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് പോയിട്ട് ഞങ്ങൾ സെഷൻസ് കൊടുക്കാറുണ്ട്. സോ വേറെ ലൈക്ക് അക്രോസ് ഇന്ത്യ ഒരുപാട് സിറ്റീസിൻ്റെ അകത്തുനിന്ന് ആളുകൾ ട്രാവൽ ചെയ്തിട്ട് മൈക്രോസോഫ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരും. അവിടെ നമ്മുടെ സെഷൻസ് കേൾക്കാനായിട്ട് വരാറൊക്കെ ഉണ്ട്. അതൊക്കെ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെരി ഹൈ ലെവൽ കോൺട്രിബ്യൂഷൻസ്
പറയുന്നത്. പിന്നെ ഞാൻ ട്രെയിനിങ് എടുത്തു കൊടുക്കാറുണ്ട്. ഞാൻ നൈസ്. എപ്പോഴും ലൈക്ക് ഞാൻ ഓൾവേസ് ലൈക്ക് എൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് എപ്പോഴും ലൈക്ക് ഇതുപോലുള്ള ആളുകൾ വേണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈക്ക് എപ്പോഴും ഞാൻ ഓൾവേസ് കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആണ്. അല്ല ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 2-3 days ആയിട്ട് നിങ്ങൾ കൂടെ ഉണ്ടല്ലോ. സോ ഹൗ യു ആർ ഇൻവോൾവിംഗ് ടു ദി പീപ്പിൾ ആൻഡ് ഹൗ യു ബിൽഡിംഗ് നെറ്റ്വർക്ക്സ് റിയലി അമേസിംഗ്. അത് വേറെ തന്നെ നമുക്ക് വേണ്ട ഒരു സ്കില്ലാണ് അപ്പാർട്ട് ഫ്രം സോഫ്റ്റ് സ്കിൽ. I'm learning a lot with അപ്പോൾ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുക മൈക്രോസോഫ്റ്റ് പ്രോഡക്റ്റ്. right. So what about you? How did you become? സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ഐ വാസ് ബിറ്റ് ഇൻട്രോവേർട്ട്. കാരണം ക്യാമറയുടെ മുന്നിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഗ്രാജുവൽ എനിക്ക് ഓവർകം ചെയ്യണം തോന്നി. അങ്ങനെ ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇട്ടു. ടോപ്പ് 10 മാജിക്കൽ എക്സൽ ട്രിക്സ്. അത് ഭയങ്കര എന്താ പറയാ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഏത് രീതിയിലെ ആൾക്കാർ എടുക്കുക. കാരണം ഞാൻ ഫ്രം കാലിക്കറ്റ്. അപ്പം ആ കോഴിക്കോട് ആക്സെന്റ് എന്തായാലും ഇതിൽ കൂടി കിട്ടുന്നുണ്ടാവും, ആൾക്കാർ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അക്സെപ്റ്റ് ചെയ്യോ. അപ്പം അത് വെച്ചും കൊണ്ട് സ്ലോലി ബിൽഡ് ചെയ്തു. കുഴപ്പമില്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു, റീൽസ് പോയി. പിന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ആക്ച്വലി എൻ്റെ പാഷൻ ട്രെയിനിങ്ങിലാണ്. അപ്പം ആ കോർപ്പറേറ്റ് ജോബ് ഞാൻ റിസൈൻ ചെയ്യുന്ന കാരണം അതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല കണ്ടെത്താൻ വേണ്ടി NGOs കൊടുക്കാൻ തുടങ്ങി. പിന്നെ കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആവാൻ തുടങ്ങി. യെസ്, നോമിനേഷൻ പോയി. അങ്ങനെ this is my 4th year in a row. Corporate training is always fun. So whenever I deliver, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരു fun moments ആണ് corporate training, right? So we always interact with the people. So that with the strangers, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. So then later അവർ നമ്മുടെ ഫ്രണ്ട്സ് ആയി മാറുന്നു, അവർ നമ്മുടെ ഫോളോവേഴ്സ് ആയി മാറുന്നു, അവർ പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് അവർ മാറുന്നു. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പലതും പഠിക്കുന്നു. ദെൻ ലൈക്ക് നമ്മൾ ഇംപ്രൂവ് ആകുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് റിയലി ഓസം. സോ അത് ഞാൻ റിയലി എൻജോയ് ചെയ്യാറുണ്ട്. സോ ഐ ഗസ് യു ഡു, റൈറ്റ്? സോ that's all. Amazing. Nice. അപ്പോൾ സന്തോഷം എന്തായാലും കൂടുതൽ അറിയാൻ പറ്റിയല്ലോ, ജനങ്ങൾക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയല്ലോ. സിയാറ്റിൽ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? മൈക്രോസോഫ്റ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ആൻഡ് സെറ്റ് അത് വേറെ ലോകമാണ്. ഞാൻ വിചാരിച്ചു ഞങ്ങളൊക്കെ ഇപ്പോൾ കാലിക്കറ്റിലെ UL സൈബർ പാർക്ക് അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള എക്സ്ചേഞ്ചർ IBM അതായിരുന്നു. ഇതൊരു മിനി സിറ്റി എന്ന് പറയാം. അപ്പാർട്ട് ഫ്രം വെദർ എവറിത്തിങ് ഇസ് അമേസിംഗ്. ഇത് വേറെ തന്നെ ആൾക്കാർ വെൽക്കം ചെയ്യുന്നുണ്ട് എല്ലാവരും. സോ അതാണ് ഞാൻ ഇപ്പോൾ ഗ്രാഫിനിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നമ്മുടെ ഓട്ടോമേഷൻ സിനാരിയോസ് ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തിരിക്കുന്ന കുറച്ച് പ്രൊഫഷണലായ കുറച്ച് ടൂൾസുകൾ, ഇൻട്യൂൺ ടൂൾസുകൾ, ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം അൽഫാൻ പവർ BI പറ്റി പറഞ്ഞ സമയത്ത് റിപ്പോർട്ടിംഗ് നമുക്ക് മാൻഡറ്ററി ആണ്. നമുക്ക് ഏത് വർക്ക് ഏത് ലൈക്ക് അതാണ് നിങ്ങൾ ചെയ്യുന്ന അൽഫാൻ ചെയ്യുന്ന ഒരു ലൈക്ക് ഒരു സെറ്റ് ഓഫ് ഏരിയയുടെ ഒരു ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നത് ബീങ് എ ഫ്രണ്ട്. നിങ്ങൾ ആ ചെയ്യുന്ന ഡെലിവർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഇറ്റ്സ് ഓൾവേസ് ഓസം ബിക്കോസ് റിപ്പോർട്ടിംഗ് ഈസ് ഓൾവേസ് നീഡഡ്, റൈറ്റ്? സോ ഡസൻറ്റ് റിയലി മാറ്റർ where you work, what you work. So at the same time, even in the Intune also, reporting is a pain point because നമുക്ക് ഒരുപാട് like I have automated almost 179 report with the help of Graph, wherein like the problem with Intune, right? So in the portal, if you go to the Intune portal, if you log into the Intune portal, so എന്നെ കേൾക്കുന്നവർ ഇൻറ്റ്യൂണിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഞാൻ പറയുന്നത് മേ ബി അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, മേ ബി മനസ്സിലാവും, റൈറ്റ്? പറയും നമുക്ക് ഓരോ മേഖലയിൽ ഓരോ സർട്ടൺ ടാബിൻ്റെ അകത്ത് പോയിട്ട് വേണം റിപ്പോർട്ട് ഗ്രാബ് ചെയ്യാൻ വേണ്ടി. സോ വാട്ട് ഐ ഡിഡ് യൂസിങ് ദ പൈത്തോൺ വെച്ചിട്ട്, റൈറ്റ്, കുറച്ച് എൻട്ര ഇൻറ്റഗ്രേഷൻ ഒക്കെ വെച്ചിട്ട് ഒരു ടൂൾ ബിൽഡ് ചെയ്യും. വി കോൾ ഇറ്റ് ആസ് എൻ HDMD ഇൻ എ റിപ്പോർട്ടിംഗ് ടൂൾ. സോ December 6th നമുക്കൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ അകത്ത് വെച്ചിട്ട്. അവിടെ ഞങ്ങളത് അനൗൺസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വേർഷൻ ഇറ്റ് ഗോട്ട് റിലീസ്. പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്. ഐ എം ഗെറ്റിംഗ് എ ഗുഡ് റെസ്പോൺസ് ഫ്രം ദ പീപ്പിൾ. വെറിൻ ലൈക്ക് ആ ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ you need to go to the log into the Intune portal anymore, right? So if you're a mobile device manager, so if you want to manage any sort of MDM devices, applications or anything, whatever it could be, if you want to get any sort of report, you just log into my tool, right, which is available in my GitHub repo. Like വെരി സിമ്പിളായിട്ട് നമുക്ക് എല്ലാ റിപ്പോർട്ടുകളും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാനത് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ആഡ് ചെയ്തൊരു ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ പവർ BI ആണ്, റൈറ്റ്? പവർ BI, അപ്പോൾ ഐ ഹാവ് എ ലൈക്ക് എ സ്വിച്ച് വിച്ച് ഐ ഹാവ് ആഡഡ്. സോ then just export to Power BI in that tool. So the Power BI will get opened automatically, right? Nice. And it would get added. I mean, that's really awesome. And like good look in reporting വേണം, പവർ BI മസ്റ്റ് ആണ്. അതിൽ വേറൊരു കോംപ്രമൈസ് ബൈ ഡീഫോൾട്ട് നമ്മളെ സിലബസിൽ വരണം. സീരിയസ്ലി ലൈക്ക് അതെ ഞാൻ കംപ്ലീറ്റ് റീഫ്രെയിം ചെയ്യണം ഈ നമ്മുടെ സിലബസ്. അതെ അബ്സല്യൂട്ട്ലി ബിക്കോസ് ഞാൻ 2013 പാസ് ഔട്ട്. ഓക്കെ, സോ കോളേജ് കഴിഞ്ഞ സമയത്ത്, ആ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഐ ഹാഡ് നോ ഐഡിയ, ഐ ഹാഡ് നോ ക്ലൂ വേർ ടു ഗോ. ഐ മീൻ അതാണ് നമ്മുടെ നാട്ടിലെ ഒരുവിധം കുട്ടികളൊക്കെ അനുഭവിക്കുന്ന ഇന്നുള്ള പ്രോബ്ലം. സോ ഇറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട്,
right? We can't blame them. So apparadu kazhinjittu like I happen to be a software engineer. I mean software engineering actually speaking now, ഇപ്പം ഞാനിവിടെ മൈക്രോസോഫ്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അകത്തിരുന്നിട്ട് അവരുടെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ഞാൻ പറയുകയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വാസ് നോട്ട് മൈ പാഷൻ, റൈറ്റ്? ബട്ട് ലേറ്റർ ഞാൻ എങ്ങനെയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി. അപ്പോൾ ഫ്രം ദർ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് റിയലൈസിങ് ദാറ്റ് ഓക്കെ വാട്ട് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് മൈസെൽഫ്. സോ ഇപ്പോഴും ഞാൻ കുട്ടികളുമായിട്ട് സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് മിസ്സിംഗ് പോയിന്റ്, റൈറ്റ്? സോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ റിയൽ വേൾഡ് ഇൻഡസ്ട്രി which need to be obviously, like you said, which need to be added in the syllabus, no doubt at all. So നമുക്ക് നമ്മുടെ വർക്ക് ബീങ് എൻ MVP, നമ്മൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണല്ലോ നമ്മുടെ. സോ ഐ ഓൾവേസ് വണ്ടർ ആൻഡ് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്ക് സിലബസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ലൈക്ക് നമുക്ക് കുട്ടികളിലേക്ക് കോളേജ് സ്റ്റുഡൻസിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടും സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതും, റൈറ്റ്? നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്യാം, റൈറ്റ്? That's what I always believe, and that's what we both do. I mean, yeah, right? So that's a great thing. So how do you feel like നമ്മളിപ്പോൾ ഒരു AI എറയിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ AI എറയിനെ അൽഫാൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്, റൈറ്റ്? കുറേ കാര്യങ്ങളൊക്കെ ഇപ്പം ചില കേസിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ പണി പോവോ ജോലി പോവോ എന്നുള്ളതിൽ കുറെ ആൾക്കാർക്ക് ടെൻഷൻ കാര്യം കാണുന്നത്. പക്ഷെ അതിലുപരി ഞാൻ പറഞ്ഞു ചിലപ്പോഴൊരു റീപ്ലേസ് ആവില്ല, ഒരു അസിസ്റ്റ് ആവും, എന്തിനും ഒരു അസിസ്റ്റ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ക്യാഷ് കൗണ്ടർ ഒരു 10-11 അത് 2 പേര് മാത്രമേ ഇരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും സെൽഫായിട്ട് ബില്ല് ചെയ്യണം. പക്ഷെ ബില്ല് വർക്ക് ചെയ്യാത്ത കേസ് അത് ഫിക്സ് ചെയ്യാൻ ടെക്നിക്കലി അറിയുന്ന ആൾക്കാർ, മെഷീൻ ലേണിംഗ് അറിയുന്ന ആൾക്കാർ, മെഷീൻ ലേണിംഗ് ടു ഫിക്സ് ദാറ്റ് ഇഷ്യൂ. ഡിപ്പെൻസ് എന്തായാലും നമ്മൾ നേരെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. AI നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ നോളജ് ഒന്നേ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കരുത്, കാലകാലം എക്സൽ പിടിച്ചെടുക്കരുത്. നമ്മളത് ഓപ്പൺ മൈൻഡ് ആവണം പഠിക്കാൻ വേണ്ടി ടെക്നോളജി. സോ ആസ് യു റൈറ്റ്ലി സെഡ്, ഇപ്പോൾ എക്സലിൻ്റെ അകത്ത് കോപ്പൈലറ്റ് ഇൻ്റഗ്രേഷൻ ബൈ ഡിഫോൾട്ട് വിത്ത് ലൈസൻസ്, സർട്ടൻ ലൈസൻസ് ഇത് വരുന്നുണ്ട്. ദ സെയിം വേ ഇൻ Intune also we have something called a security copilot license, so which would come along with a different set of license which is E5 now. And you can use the agents in the Intune portal itself. And but ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബീയിങ് എ ഡെവലപ്പർ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പരിപാടി ഇതെങ്ങനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പരിപാടിയായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു 2-3 മാസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, I developed my own MCP server for the Intune and Endra. So what it would do, if you have a Visual Studio Code and if you have a cursor or any AI agent, right? So wherein you can integrate the MCP server with that. And if you're an Intune admin, like say if you're someone who works on the Endra, just go to your cursor and do whatever you want. Like say when I say do whatever you want, I want to get the user information, I want to get the complaints details of a particular mission. And നിങ്ങളിപ്പോൾ പവർ ബിയിൽ നേരത്തെ കാണിച്ചില്ലേ, why the sale is decreased, so maybe why the sale is increased. So I wanted to know like particular mission എന്തുകൊണ്ടാണ് നോൺ കംപ്ലൈന്റ് ആയത്, അല്ലെങ്കിൽ why it is reporting as a stale object. So I need to get that sorted as early as possible. So ഇതല്ലാതെ like it's been years നമ്മൾ AI ഇല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, but with the help of AI, so I have personally improved a lot. Right? So I have personally improved a lot. അപ്പോൾ AI plus coding plus development plus all these tools, it could be Intune, it could be Endra, it could be Excel, it could be Power BI, anything. So if you know all these things, you're gonna be really awesome, man. No doubt at all. No doubt at all. So I'm really enjoying that journey, with the AI. So passion വേണം. അതെ passion, absolutely. നല്ല കത്തിപ്പോണ്ടോ? Absolutely. അതെ പാഷൻ ഇല്ലാതെ നമ്മൾ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ലൈക്ക് നിങ്ങൾ ഡെയിലി പഠിക്കാൻ വില്ലിങ് ആയിരിക്കണം, റൈറ്റ്? ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം അതാണ്, റൈറ്റ്? സോ ഐ എം വെരി പ്രൗഡ്. ഞാൻ അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ടും ഞാൻ കാണാൻ വേണ്ടി പറ്റുന്നത്. ഐ നോ യു ഓൾസോ ഡൂയിങ് ദ സെയിം തിങ്. അല്ലാതെ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാന്ന് വെച്ചാൽ ബിക്കോസ് ഇവിടെ ഇരിക്കില്ല. അതാണ് പച്ച മലയാളത്തിൽ പറയുന്നത്, നമ്മൾ ഇവിടെ ഇരിക്കില്ല, റൈറ്റ്? ആൻഡ് ഗെറ്റിംഗ് ഇൻ MVP award is also not easy, right? റൈറ്റ്? അത് എത്രത്തോളം ടഫാണെന്ന് അത്, റൈറ്റ്? സോ അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് നമ്മൾ വാങ്ങിയെടുക്കുന്നു, റൈറ്റ്? അതിന്റെ തികച്ചും അതൊരു എഫേർട്ടിനുള്ള റിസൾട്ട് ടേസ്റ്റ് ഉണ്ടല്ലോ. അതെ പറഞ്ഞാൽ മതി. അതാണ് ഒരു ഭയങ്കര രസമുള്ളൊരു ജേണി. എന്തായാലും ഒന്നുകൂടിയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നമ്മൾ വിചാരിക്കുന്നതൊരു ഈ ഒരു സ്റ്റുഡിയോ ത്രൂ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സ്ക്രിപ്റ്റിന് പുറമേ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണത്. അതെ റൈറ്റ്. ഒരു ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതുള്ളത് ഓൾമോസ്റ്റ് എല്ലാ ഇതിനുള്ളൊക്കെ സംഭവമാണ് വെക്കാന്നുള്ളത്. പക്ഷെ അതിനൊക്കെ ഉപരി
നിങ്ങൾ ആൻസർ തരുമ്പോഴാണ് റിയൽ ടൈം റിയൽ ടൈം എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അറിയാം. ഞാനത് ട്രെയിനിങ് എടുത്തു കൊടുക്കുമ്പോഴും ലൈക്ക് ഞാൻ കോർപ്പറേറ്റ് ട്രെയിനിങ് ഡെലിവർ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ 1-to-1 ട്രെയിനിങ് ഡെലിവർ ചെയ്യുന്ന സമയത്തും ലൈക്ക് കമ്മ്യൂണിറ്റി ട്രെയിനിങ് ഡെലിവർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ബേസിക്കലി ഓൾമോസ്റ്റ് ഓൾ ദ കമ്മ്യൂണിറ്റി ലീഡേഴ്സ് നമ്മൾ നോക്കാറുള്ളത് എങ്ങനെ റിയൽ ടൈം എക്സ്പീരിയൻസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് എല്ലാവർക്കും ലേൺ ചെയ്യണം. സോ ദേ ഹാവ് ദ പാഷൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദേ റിയലി ഡോണ്ട് നോ ലൈക്ക് എങ്ങനെ അത് പഠിക്കാം അല്ലെങ്കിൽ എവിടെ എത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭയങ്കര റൈറ്റ്. സോ ഓക്കെ, it was a great journey, right? And so before we wrapping up, right, I just want to ask you one thing, like ആളുകൾക്ക് ഇപ്പോൾ അൽഫാനെ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ എവിടെ അൽഫാനെ കാണാൻ പറ്റും? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ലിങ്ക്ഡിൻ ഉണ്ട്, ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഓക്കെ തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമിലുള്ള ഈ പ്രൊഫൈലിലുള്ള നമ്പർ വരെ ഡയറക്ട്ലി okay. Me either. I just want to tell it to the people, right, so who all are watching us. So നമ്മൾ ഓൾവേസ് അവൈലബിൾ ആണ്. ലിങ്ക്ഡിനിൽ അവൈലബിൾ ആണ്, റൈറ്റ്, ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ അവൈലബിൾ ആണ്, ഇൻഫാക്ട് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. സോ ബേസിക്കലി ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് MVP, എന്തിനാണ് MVP എന്നുള്ളത്. സോ ഇതിനാണ് MVP. സോ വി ഓൾവേസ് അവൈലബിൾ ഓൺ ഓൾ ദ പ്ലാറ്റ്ഫോംസ്, ആൻഡ് ഇഫ് യു വാണ്ട് റീച്ച് ഔട്ട് ഫോർ us ലൈക്ക് എനി സോർട്ട് ഓഫ് ലേണിംഗ്, അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അത് ഒബ്വിയസ്ലി ലൈക്ക് എന്ത് പഠിക്കണമെങ്കിലും എവിടെ ഹെൽപ്പ് വേണമെങ്കിലും, റൈറ്റ്, സോ വി ഷുഡ് ബി there for you to help you reach out. Feel free to reach out, obviously, no doubt at all. Okay, all right. Okay, Sujin, thanks for your time. Thanks a lot. Yeah. Okay, just wrap it up. Okay, bye. Bye.